ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെറിയൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ള. ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടൊന്ന് ഫിഷ് വേവിച്ചെടുക്കാം. 3 ചെറിയ അയിലാട്ടോ എടുത്തിട്ടുള്ള. അതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ് ഒരു 2 വെല്ലുള്ളി ആഡ് ചെയ്ത് അതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ കറിവേപ്പില, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ട് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി നമുക്കതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അയില പപ്സ് ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഇത് ഈ ഫിഷ് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, അതിൻ്റെ കുറച്ച് കൂടുതലായിട്ട് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകിൽ മിക്സിയിൽ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അധികം ലൂസാക്കാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ട് നമുക്കിനി ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ദോശയിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്തിട്ട് മടക്കിയെടുക്കാം. കുറച്ച് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം കേട്ടോ. റോളാക്കിയിട്ടും പപ്സാക്കിയിട്ടും. ഞാനിപ്പോൾ പപ്സിൻ്റെ ഷേപ്പിലാണ് മടക്കിയെടുക്കുന്നത്. ഒട്ടിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കാം. അപ്പോൾ ഞാൻ ദോശ ചൂടുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇനി ജസ്റ്റ് ഒന്ന് എഗ്ഗിൽ മുക്കിയെടുക്കുക. ഇത് ശരിക്കും എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഇവിടെ ഓയിൽ അധികം യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് എഗ്ഗിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മറിച്ചിട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ശരിക്കും നല്ല ടേസ്റ്റിൽ വേണ്ടവർ ഇത് ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അയില പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ്. അയില വെച്ചിട്ട് തന്നെ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു.